ഹലോ ഗസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീനും കോവയ്ക്കയും വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ്. കോവക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉപ്പേരി. അത് മാത്രമല്ല നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഇതൊന്ന് മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ച കോവയ്ക്ക ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് കേട്ടോ ഗൈസ്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടേറ്റിൻ്റെ ഡേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ഉണക്ക ചെമ്മീൻ നമുക്ക് ഈ കോവയ്ക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ഉണക്ക ചെമ്മീൻ വെറുതെ കറി ഉണ്ടാക്കിയാൽ ഇഷ്ടമില്ല കേട്ടോ കഴിക്കാൻ. അതിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കോവയ്ക്കയുടെ കൂടെ ഉപ്പേരി വെച്ചാലാണ് എനിക്ക് അധികം ഇഷ്ടം കഴിക്കാൻ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. കുറച്ച് ചെറിയ കറികളെല്ലാം ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് ഉണ്ടാക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട്, റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വോയിസ് നല്ലതാണ്, പക്ഷെ ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നുണ്ട് എന്ന്. പക്ഷേ ഞാനത് ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല. അതുകൊണ്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3 ടാറ്റാ.